കോൺട്രാക്ട് മാരേജ് ഭാഗം 32 റൈറ്റൻ ബൈ റോസ്. മതി, ഇന്നത്തോടെ നിർത്തിക്കോണം നിന്റെ അവിടുത്തെ പൊറുതി. എന്താ എടുക്കാനുള്ളതെന്ന് വെച്ചാൽ എടുത്തിട്ട് വന്നോണം എൻ്റെ കൂടെ. അർജുനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞതും ദേഷ്യത്തോടെ അവൻ പറഞ്ഞത് കേട്ട് ഞെട്ടലോടെ അവൾ അവനെ നോക്കി. ഒരു വേള അവനോടൊന്നും പറയേണ്ടിയിരുന്നില്ലെന്ന് അവൾക്ക് തോന്നി. അർജുൻ, നീ എന്തൊക്കെയാ പറയുന്നത്? അങ്ങനെ എടുത്തു ചാടി വരാൻ പറ്റുമോ എനിക്ക്? നീ എന്താ ഒന്നും അറിയാത്തതുപോലെ സംസാരിക്കുന്നത്? പിന്നെ എന്തു വേണം? വല്ലവനും കൊല്ലാൻ നിന്നെ ഇട്ട് കൊടുക്കണോ ഞാൻ? പറ. അർജുൻ, അതിന് അയാൾ വന്നത്. ഇത്രയൊക്കെ കേട്ടാൽ എനിക്ക് മനസ്സിലാവും അയാളുടെ ഉദ്ദേശം എന്താണെന്ന്. അല്ലാതെ നിന്റെ മണ്ടൻ ബോസിനെ പോലെ അല്ല ഞാൻ. അർജുൻ, ഞാൻ പറയുന്നത് നീ ഒന്ന് കേൾക്കൂ. എടുത്തു ചാടി എന്തെങ്കിലും ചെയ്തിട്ട് കാര്യമുണ്ടോ? എന്നാൽ നീ ചെന്ന് കയറി കൊടുക്കുക. അവനൊക്കെ എന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ, അല്ലേ? അർജുൻ, ഇതാ ഞാൻ നിന്നോട് പറയണോ വേണ്ടയോ എന്ന് ആലോചിച്ചത്. ആൾ ആരാണെന്നറിയാതെ എങ്ങനെയാണ് ഉറപ്പിക്കുന്നത് ഇതൊക്കെ? ചിലപ്പോൾ എൻ്റെ തോന്നലാവും. അങ്ങനെ ആയാലും അല്ലേലും ഇനി നീ അവിടെ നിൽക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. അർജുൻ, നീ. ഭദ്ര വിഷമത്തോടെ അവനെ നോക്കി. ശിവനെ വിട്ടു പിരിഞ്ഞു പോവുകയെന്നത് തന്നെക്കൊണ്ട് ഇപ്പോൾ പറ്റാത്ത കാര്യമാണ്. 1 വർഷം ഒരു ജന്മമായി മാറണമെന്നൊരു പ്രാർത്ഥനയെ ഇപ്പോൾ തന്നെ മനസ്സിലുള്ളൂ. അവൾ കുറേ നേരമായി അവനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ട് ഒടുവിൽ അവളുടെ വാശി തന്നെ ജയിച്ചു. നീ എന്താ വെച്ച് ചെയ്യുക. പക്ഷേ എന്തെങ്കിലും ഇനിയൊരു പ്രശ്നമുണ്ടായാൽ ഭദ്ര, ഞാൻ വെറുതെ നോക്കിയിരിക്കില്ല. അത് നീ ഓർത്തോ? ഇല്ല, എന്തേലും ഉണ്ടെങ്കിൽ നിന്നെ ഞാൻ വിളിച്ചോളാം, ഉറപ്പ്. അവൻ്റെ കയ്യിൽ പിടിച്ച് ഉറപ്പ് കൊടുക്കും പോലെ പറഞ്ഞതും അവനൊന്ന് അയഞ്ഞു. നിയമപരമായ ശിവൻ്റെ ഭാര്യയാണ് അവളെന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് അവൻ അടങ്ങുന്നത് പോലും. അല്ലെങ്കിൽ എന്നേ ഇതൊക്കെ നിർത്തി വരാൻ അവളോട് പറഞ്ഞേനെ. അർജുൻ, ആ ശരി, സമ്മതിച്ചു. എന്തായാലും നീ ഒന്ന് സൂക്ഷിക്കണം. ചിലപ്പോൾ നീ പറഞ്ഞതുപോലെ അയാൾ പ്രശ്നക്കാരനല്ലായിരിക്കും, അല്ലേ? നമുക്കറിയില്ലല്ലോ. അയാളോട് നീ ഇനി ഒന്നും പറയാൻ പോകണ്ട. കാര്യം പറഞ്ഞാൽ മനസ്സിലാകാത്തവൻ മനസ്സിലാക്കണ്ട. അവൾക്കും ശിവനോട് ദേഷ്യം തോന്നി. തന്നോട് പിന്നീട് അതേപ്പറ്റി ഒന്നും ചോദിക്കുക പോലും ചെയ്യാഞ്ഞത് അവളെ വല്ലാതെ വേദനിപ്പിച്ചു. അവന് താൻ വെറും കോൺട്രാക്ട് വൈഫ് മാത്രമാണ്. അതിനപ്പുറം തന്നോട് യാതൊരു കമ്മിറ്റ്മെൻറ്റും അയാൾക്കില്ല. അർജുൻ കാർ ഒതുക്കിയെടുത്തു നിന്നും വണ്ടി മുന്നോട്ടെടുത്തു. അവൻ്റെ കൂടെ ഇരിക്കുമ്പോൾ മറ്റൊരു ദുഃഖവും താൻ അറിയുന്നില്ല. മനസ്സിന് നല്ല സമാധാനവുമുണ്ട്. അവരുടെ കാറ് നേരെ പോയത് അടുത്തുള്ളൊരു പാർക്കിലേക്കാണ്. കുറച്ചു നേരം ഇവിടെ ഇരുന്നിട്ട് പോകാം. നിനക്കെന്തെങ്കിലും ഷോപ്പിംഗ് ഉണ്ടോ? ഇല്ലടാ. അങ്ങനെ കുറേ ഡ്രസ്സെല്ലാം വാങ്ങി തരുന്നു. പുള്ളിയുടെ വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ്. അങ്ങനെയൊക്കെ നടന്നോ? അതും അയാളുടെ സ്വന്തം കടയിൽ കൊണ്ടുപോയി. സ്വന്തമോ? എവിടെ? ഇവിടെയോ? അവൻ അതിശയത്തോടെ ചോദിച്ചു. അതെ, നിനക്കറിയില്ലേ ഇതുവരെ അത്? അയാളുടെ ചരിത്രം മുഴുവൻ നിനക്കറിയാവുന്നത് പോലെയാണല്ലോ ചില നേരത്തെ നിൻ്റെ സംസാരം. എന്നിട്ടിപ്പോൾ എന്തു പറ്റി? എടി, ഇതെനിക്കറിയില്ലായിരുന്നു. അങ്ങനെ പോലെ ഒരു ബിസിനസ്മാന് എവിടെയൊക്കെ എന്തൊക്കെയുണ്ടെന്ന് ഞാനെങ്ങനെ അറിയാനാടി? അല്ല, എന്തുണ്ടായിട്ടും എന്ത് കാര്യം? വകതിരിവില്ലല്ലോ. പിന്നെ പറഞ്ഞിട്ടെന്താ? നമുക്കെന്താ, അയാൾക്ക് എന്തുണ്ടേലും ഇല്ലേലും 1 വർഷം ഒന്ന് കഴിഞ്ഞു കിട്ടിയാൽ മതിയെന്നേ ഉള്ളൂ. അത് കഴിയുമ്പോൾ ഈ കുരുക്കിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടാമല്ലോ. അതൊക്കെ പെട്ടെന്ന് പോകുമണി. നീ അത് ആലോചിച്ച് വിഷമിക്കേണ്ട. അത് കഴിഞ്ഞ് നീ ഫ്രീ അല്ലേ? അതെ. അങ്ങനെയൊക്കെ പറയുമ്പോഴും അവളുടെ മനസ്സ് നീറുമായിരുന്നു. 1 വർഷം കഴിയുമ്പോൾ താൻ എങ്ങനെ അവനെ പിരിയും? പൂർണ്ണ മനസ്സോടെ ഒരിക്കലും ഇനി അതിന് കഴിയില്ല. അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുടങ്ങിയതും ഭദ്ര അർജുൻ കാണാതെ അത് തുടച്ചു നീക്കി. പക്ഷേ അവനത് കൃത്യമായി കാണുകയും ചെയ്തു. തൻ്റെ ഉള്ളിൽ തോന്നിയ സംശയങ്ങൾ അപ്പോൾ സത്യമായിരുന്നു. അവൾക്ക് അയാളുടെ ഉള്ളിൽ ചെറിയ ഇഷ്ടമൊക്കെയുണ്ട്. അതുകൊണ്ടല്ലേ അവളിപ്പോൾ ഇങ്ങനെ കണ്ണു നിറയ്ക്കുന്നത്? അതെ, അതുതന്നെയാണ് കാരണം. അങ്ങനെയാണെങ്കിൽ അർജുന് വല്ലാത്ത അസ്വസ്ഥത തോന്നി. ഇങ്ങനെ പോയാൽ അവൾ അവസാനം നന്നായി വേദനിക്കും. അയാൾ ഒരിക്കലും ഇവളെ സ്വീകരിക്കില്ല, അതുറപ്പാണ്. അപ്പോൾ ഭദ്ര, അവളുടെ ജീവിതം എന്താ അച്ചു? എന്താടാ? അർജുൻ എന്തൊക്കെയോ മനസ്സിലായിരുന്നു. പക്ഷേ അവനൊന്നും അവളോട് ചോദിക്കാൻ നിന്നില്ല. അവൾക്കത് വിഷമമുണ്ടാക്കുമെങ്കിൽ അങ്ങനെയൊരു വിഷമം അവൾക്ക് കൊടുക്കാൻ അവൻ ആഗ്രഹിച്ചില്ല. നമുക്കെന്തെങ്കിലും കഴിച്ചിട്ട് പോകാമല്ലേ? നല്ല വിശപ്പ്. അല്ല, നീ ഇന്ന് ലീവല്ലായിരുന്നോ? അതല്ലേ നിന്നോട് ഇന്നലെ ഞാൻ പറഞ്ഞത്. അല്ല, ഞാൻ കരുതി ഇനി എനിക്ക് വേണ്ടി ലീവ് ആക്കിയതാണെന്ന്. പിന്നെ നിനക്ക് വേണ്ടി ലീവ്? ഒന്ന് പോടി. അർജുൻ അവളെ പുച്ഛിച്ചതും അവൾ അവനെ നോക്കി കണ്ണുരുട്ടി. എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ ചക്ക. നിനക്ക് ദേഷ്യം വരുന്നുണ്ട്? നിൻ്റെ ബോസില്ലേ ആ പൊട്ടൻ, അങ്ങാരോട് തീർക്ക്.
ദേ എൻ്റെ ബോസിനെ പറഞ്ഞാലുണ്ടല്ലോ. പറഞ്ഞാൽ നീ എന്തോ ചെയ്യും? അങ്ങേര് പൊട്ടൻ തന്നെയാ. ഇനി അങ്ങനെ അല്ലെങ്കിൽ പൊട്ടനായി അഭിനയിക്കുന്നത് തന്നെയാ. അവൻ പറയുന്നത് കേട്ട് ദേഷ്യത്തോടെ മുഖം വീർപ്പിച്ചിരുന്നു. അപ്പോഴേക്കും അവൻ്റെ കാർ ഹോട്ടലിനടുത്തേക്ക് എത്തി നിർത്തിയിരുന്നു. എന്തേ വരുന്നില്ലേ? മുഖം വീർപ്പിച്ചിരിക്കുന്നവളെ കണ്ട് ചിരിയോടെ അവൻ പറഞ്ഞതും അവളിലേക്കും ആ ചിരി പടർന്നു. ഡോറ് തുറന്നിറങ്ങി വരുന്നവളെയും കൂട്ടി അവൻ അകത്തേക്ക് കയറി. എന്താണെന്ന് വെച്ചാൽ പറഞ്ഞോണം. നീ ഇപ്പോൾ ആകെ ഒരു കോലമായിട്ടുണ്ട്. എന്തെങ്കിലുമൊക്കെ കഴിച്ച് മിടുക്കിയായി സന്തോഷമായിട്ടിരിക്കണം. വെറുതെ വേണ്ടാത്തതൊന്നും ആലോചിക്കരുത്. നിനക്കെന്തു വന്നാലും ഞാനുണ്ട് നിൻ്റെ കൂടെ. അവൻ എപ്പോഴും പറയുന്ന ആ വാക്കുകൾക്ക് ഇന്ന് വല്ലാത്തൊരു ഉറപ്പുള്ളതുപോലെ അവൾക്ക് തോന്നി. അവൾ സ്വന്തം രൂപത്തിലേക്കൊന്ന് നോക്കി. അവൻ പറയുന്നത് ശരിയാണ്. അമ്മ മരിച്ചതോടെ ആകെ വല്ലാത്തൊരവസ്ഥയായിരുന്നല്ലോ പിന്നീട് അങ്ങോട്ട്. ഇപ്പോഴാണെങ്കിൽ എന്തും ഓരോ ടെൻഷനുള്ള വകയുമുണ്ട്. കഴിക്കാനെത്തിയതും അവൻ തന്നെയാണ് അവൾക്ക് വിളമ്പിക്കൊടുത്തത്. രണ്ടാളും കഴിച്ചു തുടങ്ങിയതും രണ്ട് കണ്ണുകൾ അവർക്ക് നേരെ നീണ്ടത് അവരിരുവരും അറിഞ്ഞതുമില്ല. എന്തൊക്കെയോ സംസാരിച്ച് സന്തോഷത്തോടെ കഴിക്കുന്ന രണ്ടുപേരെയും കണ്ടവൻ്റെ മുഖം മാറി. ദേഷ്യത്തോടെ അവൻ അവർക്കടുത്തേക്ക് ചെല്ലാൻ ഒരുങ്ങിയവൻ പിന്നെ വേണമെന്ന് വെച്ച് പുറത്തേക്കിറങ്ങിപ്പോയി. നിനക്കെന്തെങ്കിലും വേണോ ഇനി? വേണ്ടേ, വയറ് നിറഞ്ഞു. ഇനി ചെന്നിട്ടൊന്ന് കിടന്നുറങ്ങണം. അങ്ങേരിന്ന് പണിയൊന്നും തന്നില്ലേ നിനക്ക്? അയ്യോ, അത് പറഞ്ഞപ്പോഴാ തന്നിട്ടുണ്ട്. ചെന്നിട്ട് നോക്കണം. രാവിലെ അങ്ങാരോടുള്ള ദേഷ്യത്തിൽ നോക്കാതെ അവിടെ തന്നെ വെച്ചിട്ട് പോന്നതാണ്. ആ നോക്കട്ടെ, സമയം കിട്ടിയാൽ നോക്കും, ഇല്ലെങ്കിൽ വൈകിട്ടാവട്ടെ. അയാളുടെ കാര്യം മാത്രം നടന്നാൽ പോരല്ലോ. അവൾക്ക് അവനോടുള്ള ഉള്ളിൽ എന്തൊക്കെയോ ദേഷ്യമാണെന്ന് അർജുന് മനസ്സിലായി. അവൻ പിന്നീട് ഒന്നും പറയാനും പോയില്ല. കഴിച്ചു കഴിഞ്ഞ് അവിടെ നിന്നിറങ്ങി അവളെയും കൂട്ടിയവൻ അടുത്തൊരു ഷോപ്പിലേക്ക് കയറി. ഇവിടെന്താ അർജുൻ, നിനക്കെന്തെങ്കിലും വാങ്ങാനുണ്ടോ? എനിക്കല്ല, നിനക്ക്. എനിക്കോ? ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ എനിക്കൊന്നും വേണ്ടെന്ന്. അങ്ങനെ പറഞ്ഞാൽ പറ്റുമോ? നിനക്ക് വാങ്ങിത്തരാൻ എനിക്ക് അവകാശമില്ലേ പെണ്ണേ? അവൻ്റെ ചോദ്യത്തിന് മുന്നിൽ അവൾക്ക് മറ്റൊരു മറുപടിയില്ലായിരുന്നു. തനിക്കിനി അർജുനും വീണയുമൊക്കെ ഉള്ളൂ ആകെ. സ്വന്തമെന്ന് പറയുന്ന ബന്ധുക്കൾ പോലും താൻ അവർക്കൊരു ഭാരമാകുമെന്ന് കരുതി അകറ്റി നിർത്തിയേക്കുവാണ്. എന്താ, കൂടുതൽ ആലോചിച്ച് നിൽക്കാതെ ഇങ്ങോട്ട് വരുന്നുണ്ട് പെണ്ണെ. അവളെയും വലിച്ചവൻ ഓരോന്നും നോക്കാൻ തുടങ്ങി. അവൾക്ക് എന്തൊക്കെയോ സാധനങ്ങൾ വാങ്ങിക്കൊടുത്തിട്ടാണ് അവളെയും കൊണ്ടവൻ തിരികെ ശിവൻ്റെ ഫ്ലാറ്റിലേക്ക് തിരിച്ചത്. നിൻ്റെ ബോസിനോട് പറഞ്ഞിട്ട് തന്നെയല്ലേ നീ വന്നത്? അതെ, നിനക്കെന്താ ഇത്ര സംശയം ആ കാര്യത്തിൽ? അല്ല, നീ ഇടയ്ക്കിടയ്ക്ക് വാച്ചിലേക്ക് നോക്കുന്നു. അത് പിന്നെ സമയം നോക്കണ്ടേ? അവന് നാക്കി മൂളിക്കൊണ്ട് ഗേറ്റ് കടന്ന് അകത്തേക്ക് കയറ്റി തൻ്റെ കാറ്. ഞാനും കൂടി വരണോ? വേണ്ട, ഞാൻ പൊക്കോളാം. അവളുടെ കയ്യിലേക്ക് വാങ്ങിയ സാധനങ്ങൾ നിറഞ്ഞ കവർ കൊടുത്തുകൊണ്ട് ചോദിച്ചു. വേണ്ട, നീ പൊക്കോ. ആകെ ഒരു ദിവസം ലീവ് കിട്ടിയിട്ട് ഇന്ന് മുഴുവൻ എൻ്റെ കൂടെയല്ലായിരുന്നു. അതിനെന്താ, പിന്നെ ലീവിൽ എന്തിനാ വെറുതെ കിടന്നുറങ്ങാനോ? കൂടുതൽ ഡയലോഗ് അടിക്കാതെ കയറിപ്പോകാൻ നോക്ക്. അവളൊന്ന് പുഞ്ചിരിച്ചു കൊണ്ട് തിരിഞ്ഞതും പെട്ടെന്ന് അവൻ അവളെ വിളിച്ചു. അതെ, ഒന്ന് നിന്നേ. എന്താടാ? സൂക്ഷിക്കണം, എന്തുണ്ടെങ്കിലും എന്നെ വിളിക്കണം. വിളിക്കാം. അത്രയും നേരം മറന്നുപോയ ഭയം തിരികെ വന്നിരിക്കുന്നു. അവളുടെ നെഞ്ചിലൊരു പേടി നിറഞ്ഞു. ഞാൻ എന്നാൽ പോകുക, നീ കയറിപ്പൊക്കോ. അവനോട് ഫ്ലാറ്റ് വരെ കൊണ്ടുവിടാൻ പറയാനായി നാവ് പൊന്തിയതും അവൻ അങ്ങോട്ട് പറഞ്ഞത് കേട്ടവൾ തലയാട്ടി. അപ്പോഴേക്കും അവൻ്റെ കാർ തിരിച്ചു പോയിരുന്നു. എല്ലാവരും ജോലിക്കും മറ്റുമായി പുറത്തു പോയിരിക്കുന്നതുകൊണ്ട് എല്ലാ ഫ്ലാറ്റിലും ആരും കാണില്ല. ഇനി ഉണ്ടേൽ തന്നെ ആരെയും തനിക്ക് അറിയില്ല. ആരെയും ഒട്ട് പുറത്തും കാണുന്നില്ല. ലിഫ്റ്റ് കയറി എത്രയും വേഗം മുകളിലേക്ക് ചെല്ലണം. അവിടുന്ന് പെട്ടെന്ന് മുറിയിലേക്ക്. എങ്ങും വല്ലാത്ത നിശബ്ദത നിറഞ്ഞു നിൽക്കുന്ന പോലെ. അങ്ങോട്ട് പോയപ്പോൾ ചിലരൊക്കെ ആരെന്ന് പോലും അറിയാത്തവർ കൂടെയുണ്ടായിരുന്നു. ഇപ്പോൾ പക്ഷേ അവൾ ചുറ്റിനും തിരിഞ്ഞു നോക്കിക്കൊണ്ട് ലിഫ്റ്റിലേക്ക് കയറാനൊരുങ്ങിയതും ഒരാൾ ഓടി അവളുടെ അടുത്തെത്തിയിരുന്നു. അടുത്ത് നിൽക്കുന്ന ആളാരാണെന്ന് നോക്കിയതും അവളുടെ നെഞ്ചിട്ട് പേറി. ഇത് അയാളല്ലേ? അതെ, കുറച്ച് ദിവസമായി തൻ്റെ ഉറക്കം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അവൾ ഭയത്തോടെ തിരിയാൻ തുടങ്ങിയതും അവളുടെ കയ്യിൽ ഒരു പിടി വീണു. ഏയ്, താൻ എന്താ ഈ കാണിക്കുന്നത്? അറിയുമോ നിനക്കെന്നെ? എന്താ നിങ്ങൾക്ക് വേണ്ടത്? എനിക്കറിയാം, നിങ്ങൾ എൻ്റെ പിന്നാലെ നടക്കുന്നൊന്നും എനിക്കറിയില്ലെന്ന് കരുതരുത്. അവൾക്ക് ദേഷ്യം വരുന്നുണ്ടായിരുന്നു, ഒപ്പം പേടിയും. അതിന് നീ എന്നെ എന്നാ ചെയ്യും? ഞാൻ ശിവരഞ്ജൻ്റെ ഭാര്യയാണ്. എന്നെ തൊട്ടാൽ എൻ്റെ ഭർത്താവ് നിന്നെ വെറുതെ വിടില്ല. അവനിൽ നിന്ന് രക്ഷപ്പെടാൻ എന്നോണം അവൾ പറഞ്ഞു. ഹ. അവൻ്റെ അട്ടഹാസം അവൾക്ക് ചുറ്റും മുഴങ്ങിക്കേട്ടു. ഭദ്ര പേടിയോടെ അവൻ്റെ കൈ വിടുവിക്കാൻ ശ്രമിക്കും തോറും അവൻ്റെ കൈ അവളിൽ മുറുകി. അതാടി നിനക്കുള്ള കൊട്ടേഷൻ. വാടി ഇങ്ങോട്ട്. അവൻ അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ച് കയ്യിലിരുന്ന തൂവാല അവളുടെ മുഖത്തേക്ക് അടുപ്പിച്ചു.
അവളുടെ എതിർപ്പുകൾ ക്രമേണ കുറഞ്ഞു വന്നു. വാടിയ ചേമ്പിൻ തണ്ട് പോലെ അവൻ്റെ കയ്യിലേക്ക് അവൾ വീണതും അവൻ ചുറ്റിനുമൊന്ന് നോക്കിയിട്ട് അവളെ എടുത്ത് ചുമലിലേക്കിട്ട് തിരിഞ്ഞു. അവൻ്റെ ചുണ്ടിൽ ക്രൂരമായൊരു പുഞ്ചിരി വിടർന്നു. തോളിൽ അവളെയും ഇട്ട് പോക്കറ്റിൽ നിന്ന് ഫോണെടുത്ത് ചെവിയിലേക്ക് വെച്ച് മുന്നോട്ട് നടന്നു നീങ്ങിയവൻ